വെച്ച് പഠിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ IITs OIT ഒക്കെ ചിലത് വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാരെടുക്കാൻ തുടങ്ങണം. അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു 3 മാസം മുമ്പ് തന്നെ IITsഉം ഈ രാജ്യത്തിൻ്റെ വാതിലിൽ അടക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാതില്ല. അപ്പം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക്. അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? തന്നില്ലെന്ന് പറഞ്ഞ് വ്യഗ്രചിത്തരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവദൃശ്യത്തിൽ പെരുമാറും. അതാണ് ഈശോ പറഞ്ഞത്, ശാന്തശീലർ അനുഗ്രഹരാകുന്നു. അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിടത്തും കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത്. പഠിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. 33 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അല്ല 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത്. ആ 30 കൊല്ലം എന്ന് പറയണത് അമ്മയുടെ ശാന്തശീലത ആണ്. ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് 30ാമത്തെ വയസ്സിലാണ് യേശു സ്വയം പ്രകാശിതനാകണത്. അതും അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, നീ 30 കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ ദൗത്യം കാണാൻ, അതുകൊണ്ട് താക്കോല് നിൻ്റെ കയ്യിരിക്കട്ടെ, നീ തന്നെ അവൻ്റെ ദിവ്യപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദിവ്യപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിൻ്റെ താക്കോലാകുന്നത് അങ്ങനെയാണ്. ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകും, അവർ ഭൂമി കൈവശമാക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.